മുസ്ലിമീങ്ങൾ മുഴുവനും ഖുർആൻ അംഗീകരിക്കുന്നവർ അമ്പിയാക്കളെ സംബന്ധിച്ച് അവരുടെ ശരീരം നശിക്കുന്നില്ലെന്നും മൂസാ നബി ഖബറിൽ വെച്ചെഴുന്നേറ്റ് നിസ്കരിക്കുന്ന നബി തങ്ങൾ കണ്ടുവെന്നും ആ മൂസാ നബി അലൈഹി സ്വലാം ആകാശ ലോകത്ത് പോയി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിസ്കാരം 5 വക്തായി ചുരുക്കി 50ന്റെ പ്രതിഫലം വാങ്ങിച്ചു കൊടുക്കുന്ന അതിമഹത്തായ സഹായം നൽകുകയും ചെയ്തത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ തള്ളിയിട്ട് അവരെല്ലാം കഴിഞ്ഞുപോയി, അവർക്കിനി ഒന്നിനും കഴിയില്ല, അവർക്കൊരു കഴിവുമില്ല, സ്ഥാനവുമില്ല, ജീർണിച്ച് നശിച്ചുപോയി എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് കിട്ടുന്ന കാര്യം എന്താണ്, സമുദായത്തിന് കിട്ടുന്ന കാര്യം എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വഫാത്തായപ്പോൾ മഹാനവറുകൾ ആ നിന്ന നൃത്തത്തിൽ തന്നെ നിൽക്കുന്നു. അവസാനം ചില തഫ്സീറുകളിൽ പറഞ്ഞതനുസരിച്ച് 1 വർഷമോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിഞ്ഞതിന് ശേഷം കുത്തിപ്പിടിച്ച വടി അത് ചെതലെറുമ്പ് തിന്ന് അത് മറിഞ്ഞു വീണപ്പോഴാണ് അവിടെയുള്ള ജിന്നുകൾക്ക് മഹാനവറുകൾ വഫാത്തായത് അറിയാൻ കഴിഞ്ഞതെന്ന് ഖുർആനിലില്ലേ? അങ്ങനെ ശരീരം ജീർണിക്കുകയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശരീരം 2-3 ദിവസം കൊണ്ട് ജീർണിക്കേണ്ടതായിരുന്നില്ലേ? സുഹൃത്തുക്കളെ, അതിന്റെ തെളിവുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഖുർആൻ തന്നെയാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അവർ ഖുർആൻ അംഗീകരിക്കുന്നുവെങ്കിൽ അവർ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ച ദീനിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് തന്നെ വരേണ്ടി വരും, യാതൊരു സംശയവും ഇല്ല. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ നടന്ന വഴി വിട്ടുകൊണ്ട് പുതിയ വഴി സ്വീകരിക്കരുത്. ഇത് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ? പക്ഷേ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും നടന്നു വന്ന എത്രയെത്ര ആചാരങ്ങളെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. 2 ബാങ്ക് ജുമഅക്ക് വിളിക്കുന്നതും അതേപോലെ അറബിയിൽ മാത്രം നിസ്കരിക്കുകയും ബാങ്ക് വിളിക്കുകയും അറബിയിൽ മാത്രം ഖുതുബ ഓതുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹം മുമ്പേ നടന്നു വന്ന ഒരു ആചാരമല്ലേ? അത് മാറ്റിമറിക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം?